ഏറ്റവും ചുരുങ്ങിയത് ഫാത്തിഹയും ആദ്യത്തെ അല്ലാഹു അക്ബറും പിന്നെ അത്തഹയ്യാത്തിലെ സ്വലാത്ത് വരെയുള്ള ഭാഗവും ഒന്നാമത്തെ അസ്സലാമു അലൈക്കും എന്നുള്ളതും ശുദ്ധമായ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. ഇടക്കുള്ള ദിക്റുകളൊന്നും നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ഇടക്കുള്ള ദിക്റുകളൊന്നും നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. ഈ 4 കാര്യങ്ങളാണ് ഖൗലിയായിട്ടുള്ള വാജിബ്. നമ്മളിങ്ങനെ കയറി ചെന്നിട്ട് നെയ്യത്തൊക്കെ വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹംസില്ലല്ലോ. നമ്മൾ കയറിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹംസില്ല. എവിടുന്നാ തുടങ്ങണത്? അല്ലാഹു അക്ബർ ആണല്ലോ സംഭവം. അപ്പൊ നമ്മുടെ വിജ്ഞാനം നിരന്തരം അപ്ഡേഷൻ ചെയ്യണം. ഇത്തരം ക്ലാസ്സുകളിൽ അങ്ങനത്തെ തജ്വീദൊന്നും കയറാൻ കഴിയില്ല. ഞാൻ തജ്വീദുള്ള ചില മസാലകളൊക്കെ പറഞ്ഞ് അടുത്ത പ്രാവശ്യങ്ങൾ പഠിച്ചു വരണമെന്നും പറഞ്ഞ് പിറ്റത്തെ ദിവസം ഒരാളെ കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറ്റത്തെ പ്രാവശ്യം അയാൾ വരില്ല. അപ്പൊ നമ്മുടെ പ്രാദേശികമായ നമ്മുടെ ഉസ്താദുമാരാവുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ ഖത്തീബിനെ, നാട്ടിലെ ഇമാമിനൊക്കെ ഉപയോഗപ്പെടുത്തി ഫാത്തിഹ അത്തഹയ്യാത്ത് ഞാനീ പറഞ്ഞ 4 കാര്യങ്ങളെങ്കിലും കൃത്യമായി ചൊല്ലാൻ നമ്മൾ പഠിക്കണം.